मेरे प्यारे बच्चों, नमस्ते। आप सब ठीक है ना? क्या हम आज की कक्षा शुरू करें? तो चलो, കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തില്ലേ? ഉൾട്ടാ പുൾട്ടാ എന്ന പ്രവർത്തനത്തിൻ്റെ ശരിയായ ക്രമം നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യത്തെ വാക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ന. രണ്ടാമത്തെയോ? ആ. മൂന്നാമത്തെ മാ ആണ് അല്ലേ? അവസാനത്തെ അക്ഷരം സ ആണ്. ഇതെല്ലാം ശരിയായ ക്രമത്തിൽ വെച്ചാൽ ഏത് വാക്കാണ് കിട്ടുക? ആസ്മാൻ. ആസ്മാൻ എന്ന വാക്കല്ലേ കിട്ടിയത്? ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിയാലോ? ആദ്യത്തെ അക്ഷരം നോക്കൂ, ഏതാണ്? മ. രണ്ടാമത്തെയോ? ഡി. മൂന്നാമത്തെ അക്ഷരം ലോ എന്നാണല്ലേ? ഈ മൂന്ന് അക്ഷരങ്ങളും കൂട്ടിവെച്ചാൽ ഏത് വാക്കാണ് കിട്ടിയത്? ശരിയായ ക്രമത്തിൽ വെച്ചുവോ? ലോമടി എന്നാണ് കിട്ടിയതല്ലേ? ശരിയാണത്. ഇനി മൂന്നാമത്തെ നോക്കൂ, ആദ്യത്തെ അക്ഷരം ഏതാണ്? ഹ. രണ്ടാമത്തെ അക്ഷരം ഒന്ന് ഓർത്തു നോക്കൂ, ല. മൂന്നാമത്തെ അക്ഷരമോ? ക ആണല്ലേ? അവസാനത്തെ അക്ഷരം ട. ഈ വാക്ക് ഏതാണ് വരിക? കട്ടുഹൽ. ഇനി അടുത്ത വാക്ക് ഏതാണ് വരുന്നതെന്ന് നോക്കിയാലോ? ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് ഓർത്തു നോക്കൂ, ഗ. രണ്ടാമത്തെ കോളത്തിൽ അക്ഷരമുണ്ടോ? ഇല്ലല്ലേ? എന്നാൽ മൂന്നാമത്തെ കോളത്തിൽ ഏത് അക്ഷരമാണ്? ന. അവസാനത്തെ അക്ഷരം ഏതാണ്? ആ. ഇതൊന്ന് ശരിയായ ക്രമത്തിൽ വെച്ച് നോക്കൂ, ഏത് വാക്കാണ് കിട്ടുക? ആങ്കൻ എന്നാണോ? ശരിയാണ്. ഇനി അവസാനത്തെ വാക്കുകൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ദ. രണ്ടാമത്തതോ? ക. മൂന്നാമത്തെ ബോക്സിൽ അക്ഷരമൊന്നുമില്ല. നാലാമത്തെ അക്ഷരം ഏതാണെന്ന് പറയൂ. സ. ഇതുപോലെ ഇതും ശരിയായ ക്രമത്തിൽ വെച്ചാൽ ഏത് വാക്കാണ് കിട്ടുന്നത്? സടക് എന്നല്ലേ? ശാബാഷ്. എല്ലാവരും ശരിയായി ചെയ്തല്ലോ. ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം. ഇതുവരെ നിങ്ങൾ കേട്ട കവിതകളും കഥകളും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമുക്കൊരു ഗ്രാമം കണ്ടാലോ?
ഗ്രാമത്തിൻ്റെ പേരെന്താണെന്നറിയോ? हाँ, इस गांव का नाम है उदिनूर। क्या नाम है बच्चों? उदिनूर। देखो बच्चों, इसमें क्या क्या है बताओ। हाँ, घर है, नदी है, हाँ फिर क्या क्या है? पेड़ पौधे हैं। बताओ, देखकर बताओ। कुत्ता है, बच्चे हैं ना, फिर बकरी, गाय, हाँ और പതംഗ് भी है ना? ആരെയാണ് ഇവർ നോക്കുന്നത്? നമുക്ക് കൂടി ഒന്ന് നോക്കിയാലോ. ആരാണിത്? മനസ്സിലായോ? हाँ, पीपल। यह पीपल का पेड़ है. ഈ ആൽമരത്തിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇത് ആൽമര മുത്തശ്ശിയാണല്ലേ. പീപ്പൽ ദാദി ഹെ. കുട്ടികൾ ഉത്സാഹത്തോടെ എന്തോ ചെയ്യുകയാണല്ലോ. ബच्चे क्या कर रहे हैं? देखो, ശരിയാണ്. കുട്ടികൾ പീപ്പൽ ദാദിയെ ബലൂണുകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിക്കുകയാണല്ലേ. बच्चे क्या कर रहे हैं? बताओ. हाँ, बच्चे पीपल दादी को गुब्बारों और तोरणों से सजा रहे हैं. എന്തിനാണ് ഇവർ അലങ്കരിക്കുന്നത്? മനസ്സിലായോ? പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 35 നോക്കൂ. നമുക്കൊന്ന് വായിക്കാം. उदिनूर गांव के बच्चे आज बहुत खुश है. कल पीपल दादी का जन्मदिन है. बच्चे क्यों खुश है? हाँ, कल पीपल दादी का जन्मदिन है. നാളെ പീപ്പൽ ദാദിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. എത്ര മനോഹരമായിട്ടാണ് അവർ പീപ്പൽ ദാദിയെ തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും അലങ്കരിക്കുന്നത് കണ്ടില്ലേ. बताओ बच्चों, पीपल दादी का जन्मदिन कहाँ मनाते हैं? हाँ, उदिनूर गांव में. ഒരു പ്രാവശ്യം കൂടി വായിച്ചാലോ. उदिनूर गांव के बच्चे आज बहुत खुश है. कल पीपल ദാദി കാ ജന്മദിൻ ഹെ. ഇത്തരത്തിൽ മരങ്ങളുടെയും ജീവികളുടെയും പിറന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? हाँ, सही कहा. इससे पेड़ पौधों और जीव जंतुओं के प्रति प्यार की भावना प्रकट होती है. क्या प्रकट होती है बच्चों? हाँ, प्यार की भावന. സഹജീവികളെ സ്നേഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ധാരണ നമുക്കിതിലൂടെ കിട്ടുന്നുണ്ടല്ലേ. बच्चों, यहाँ पीपल दादी बच्चों के लिए बहुत प्यारी है. पीपल दादी भी बच्चों से प्यार करती है. अब देखो बच्चों, पीपल दादी आपसे कुछ कहना चाहती है. सुनोगे? तो सुनो. मैं पीपल का पेड़ हूँ. मैं नहीं जानती कि मेरी आयु कितनी है, लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था. किसने हमें कहानी सुनाई? हाँ, പീപ്പൽ ദാദീനെ. പീപ്പൽ ദാദി എന്തൊക്കെയാണ് പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 36 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടീച്ചറോടൊപ്പം വായിക്കില്ലേ? मैं पीपल का पेड़ हूँ. मैं नहीं जानती कि
मेरी आयु कितनी है। लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था। हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं। आज मैं बहुत खुश हूँ। ഇനി ഒരു പ്രാവശ്യം കൂടി വായിച്ചാലോ. मैं पीपल का पेड़ हूँ. मैं नहीं जानती कि मेरी आयु कितनी है, लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था। हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं। आज मैं बहुत खुश हूँ. പീപ്പൽ ദാദി തന്നെക്കുറിച്ചാണല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാലോ. ടീച്ചറോടൊപ്പം വായിക്കില്ലേ. मैं पीपल का पेड़ हूँ. ഒന്നുകൂടി വായിച്ചാലോ. मैं पीपल का पेड़ हूँ. ഇവിടെ മരം തൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണല്ലേ. ഇനി അടുത്ത വാക്യം ഒന്ന് നോക്കിയാലോ. मैं नहीं जानती कि मेरी आयु कितनी है. ഒരിക്കൽ കൂടി വായിക്കാം. मैं नहीं जानती कि मेरी आयु कितनी है. പ്രായവുമായി ബന്ധപ്പെട്ട് ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത്? തനിക്ക് എത്ര വയസ്സായി എന്ന് അറിയില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് അല്ലേ. ഇനി അടുത്ത വാക്യം ഒന്ന് നോക്കൂ, വായിച്ചോളൂ. लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था. ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത്? പീപ്പൽ ദാദി ഈ ഗ്രാമത്തിൽ താൻ എങ്ങനെ എത്തിയെന്ന് ഓർക്കുകയാണല്ലേ. എന്താണ് ഓർത്തെടുക്കുന്നത് എന്ന് മനസ്സിലായോ? കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ ആരോ കൊണ്ടുവന്ന് നട്ടതാണല്ലേ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കിയാലോ. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. ഇവിടെ ജന്മദിനത്തെക്കുറിച്ചാണല്ലേ പറയുന്നത്. അതേത് മാസമാണ് എന്നാണ് പറയുന്നത്? നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിച്ചാലോ. വായിക്കൂ. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 തൻ്റെ ജന്മദിനം ഗ്രാമവാസികൾ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണല്ലേ ഇവിടെ പറയുന്നത്. अब अंतिम वाक्य देखो बच्चों. आज मैं बहुत खुश हूँ. यहाँ पीपल दादी क्या कहती है? हाँ, पीपल दादी कहती है मैं बहुत खुश हूँ. ഇനി ടീച്ചർ ചില വാക്യങ്ങൾ പറയാം, അത് കണ്ടെത്താൻ ശ്രമിക്കുമോ? ആദ്യത്തെ വാക്യം मैं पीपल का पेड़ हूँ. ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. मैं पीपल का पेड़ हूँ. കിട്ടിയില്ലേ? ശാബാഷ്. ഇനി അടുത്ത വാക്യം പറയട്ടെ. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. നല്ലോണം വായിച്ചു നോക്കിയാൽ കിട്ടും. കണ്ടെത്തിയോ? ശാബാഷ്. ഇനി അടുത്ത വാക്യം പറയട്ടെ.
मैं नहीं जानती कि मेरी आयु कितनी है. കണ്ടെത്താൻ പറ്റിയോ? ശ്രദ്ധിച്ചു വായിക്കൂ. मैं नहीं जानती कि मेरी आयु कितनी है. കണ്ടെത്തിയല്ലേ? മിടുക്കനാണല്ലോ. ഇനി ടീച്ചർ ചില വാക്കുകൾ പറയാം. അതും ഇതുപോലെ കണ്ടെത്താൻ ശ്രമിക്കണേ. ആദ്യത്തെ വാക്ക് സാൽ. ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. കിട്ടിയോ? ശാബാഷ്, സബ്കോ താലിയ. അടുത്ത വാക്ക് പറയട്ടെ. ആദ്മി. ആദ്മി എന്ന വാക്ക് എവിടെയാണെന്ന് നോക്കൂ. കണ്ടെത്തിയല്ലേ? സബ്കോ താലിയ. ഇനി അടുത്ത വാക്ക് പറയട്ടെ ടീച്ചർ. ജന്മദിൻ. ജന്മദിൻ എന്ന വാക്ക് വളരെ എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? കണ്ടെത്തിയില്ലേ? शाबाश, बहुत अच्छा. अगस्त शब्द कहाँ है बच्चों? देखो. കിട്ടിയോ? കണ്ടെത്തിയല്ലേ? बहुत अच्छा. ഒരിക്കൽ കൂടി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കിയാലോ? मैं पीपल का पेड़ हूँ. मैं नहीं जानती कि मेरी आयु कितनी है, लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. आज मैं बहुत खुश हूँ. ഇനി ഒരു പ്രാവശ്യം കൂടി വായിച്ചാലോ? मैं पीपल का पेड़ हूँ. मैं नहीं जानती कि मेरी आयु कितनी है, लेकिन मुझे याद है कई साल पहले किसी भले आदमी ने अगस्त के महीने में मुझे यहाँ लगाया था. हर साल इस गांव के लोग 1 अगस्त को मेरा जन्मदिन मनाते हैं. आज मैं बहुत खुश हूँ. ഇനി ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. തയ്യാറല്ലേ എല്ലാവരും? ആദ്യത്തെ ചോദ്യം, കിസ്കാ ജന്മദിൻ ഹൈ? ബതാओ. हाँ, पीपल दादी का जन्मदिन है. पीपल दादी का जन्मदिन किस महीने में है? बताओ. हाँ, पीपल दादी का जन्मदिन अगस्त महीने में है ना? ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. पीपल दादी उदिनूर गांव में कैसे पहुंची? ശരിയാണത്. किसी भले आदमी ने पीपल दादी को गांव में लगाया था. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. पीपल दादी क्यों खुश है? हाँ, सही है. गांव के लोग पीपल दादी से बहुत प्यार करते हैं, इसलिए पीपल दादी खुश है. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഒന്ന് ഓർത്തു നോക്കാം. മനോഹരമായ ഉദിനൂർ ഗ്രാമം കണ്ടു അല്ലേ? പീപ്പൽ ദാദിയെ കണ്ടു. എത്ര മനോഹരമായി അലങ്കരിച്ചാണ് പീപ്പൽ ദാദിയുടെ പിറന്നാൾ ആഘോഷിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? പീപ്പൽ ദാദിയെയും ഉദിനൂർ ഗ്രാമത്തെയും നിങ്ങൾക്കിഷ്ടമായോ? ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ? ചിത്രമേ ക്യാ ക്യാ ഹൈ ലിഖേ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അവയുടെ പേര് ഹിന്ദിയിൽ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കില്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ?
सही उत्तर चुनकर लिखें। पीपल दादी का जन्मदिन अगस्त महीने में है। पीपल दादी का जन्मदिन अक्टूबर महीने में है। ഇതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുമല്ലോ. ഇനി അടുത്തത് നോക്കൂ. പീപ്പൽ ദാദി ബഹുത് ഖുഷ് ഹൈ. പീപ്പൽ ദാദി ബഹുത് ഖുഷ് നഹീ ഹൈ. ആദ്യത്തേതുപോലെ ഇതും ശരിയായത് തിരഞ്ഞെടുക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഗാവ് കെ ലോഗ് पीपल दादी से प्यार करते हैं. गांव के लोग पीपल दादी से प्यार नहीं करते हैं. ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കി തിരഞ്ഞെടുത്ത് എഴുതില്ലേ? तो फिर मिलेंगे बच्चों. धन्यवाद.